സ്പാനിഷ് ഭാഷയുടെ ചരിത്രം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു 2016 ഷുഷു തൻ്റെ 23-ാം വയസ്സിൽ ചൈനയിൽ നിന്നും സ്പെയിനിലെത്തുന്നത്. ഒരു നിരീശ്വരവാദിയായിരുന്ന ആ യുവതി എങ്ങനെ ക്രിസ്തുവിശ്വാസിയായി മാറി എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. എനിക്ക് ഒരു യോഗ്യതയുമില്ല, കർത്താവ് എന്നെ നയിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അവൻ്റെ കാരുണ്യം വലുതാണ്. ഇക്കഴിഞ്ഞ ദിനം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷുഷു ഇങ്ങനെ പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂലൈ 4-ന് സ്പെയിനിൽ നടന്ന മരിയൻ യൂക്കറിസ്റ്റിക് യൂത്ത് ഡേയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് യുവാക്കൾക്ക് മുൻപിലായി നിരീശ്വരവാദത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ച് ഇവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഭർത്താവ് ജോസെമിക്കും മകൻ ഇമ്മാനുവലിനൊപ്പമായിരുന്നു ഷുഷു എത്തിയത്. 2016 ഷുഷു സ്പെയിനിലെത്തി 1 മാസം കഴിഞ്ഞപ്പോൾ ആദ്യം പങ്കെടുത്തത് പൈശാചികത നിറഞ്ഞ ഹാലോവിൻ പാർട്ടിയിലായിരുന്നു. പക്ഷേ അതിൽ പങ്കെടുത്തവരുടെ വേഷവിധാനങ്ങളും സംഗീതവുമെല്ലാം അവളെ അസ്വസ്ഥയാക്കി. ആ അസ്വസ്ഥതയും ഹൃദയഭാരവും ആ യുവതിയിൽ നിന്നും വിട്ടുമാറിയത് സെൻറ്റ് ജസ്റ്റസ് ആൻഡ് പാസ്റ്റർ കത്തീഡ്രലിൽ എത്തിച്ചേർന്നപ്പോഴായിരുന്നു. അവിടെ വെച്ച് അവൾ അനുഭവിച്ച അസ്വസ്ഥത മാറ്റുന്ന സ്വർഗീയ സംഗീതം ശ്രവിച്ചു. ആ സംഗീതത്തെ പിന്തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോഴായിരുന്നു ക്രൂശിതനായ ക്രിസ്തുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ കൂടിക്കാഴ്ചയായിരുന്നു എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്, ഷുഷു പറഞ്ഞു. ആ കുരിശിലേക്ക് നോക്കിയപ്പോൾ അത് സത്യദൈവമാണെന്ന ബോധ്യം ആ യുവതിയിൽ ഉണ്ടാവുകയായിരുന്നു. ആ സമാധാനത്തിൻ്റെ അവസ്ഥയിൽ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് അറിയാതിരുന്നിട്ടും അവൾ കുമ്പസാരക്കൂട്ടിലെ വൈദികൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ വൈദികനോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്നും മടങ്ങിയപ്പോൾ ആ വൈദികൻ എന്നെ തന്നെ നോക്കി നിന്നു, മകളെ പിതാവ് നോക്കുന്ന പോലെ, ഷുഷു വിശദീകരിച്ചു. സെർവൻറ്റ് ഓഫ് ദ ഹോം ഓഫ് മദർ സന്യാസിനികളെ ഷുഷുവിന് പരിചയപ്പെടുത്തിയത് ഈ വൈദികൻ തന്നെയായിരുന്നു. ആ സന്യാസിനിമാരോടൊപ്പമുള്ള ജീവിതമായിരുന്നു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തന്നെ നയിച്ചതെന്ന് ഷുഷു വെളിപ്പെടുത്തി. വലിയ അസ്വസ്ഥതയുമായി കടന്നു വന്നപ്പോൾ ആശ്വാസം പകർന്ന അതേ ദേവാലയത്തിൽ വെച്ച് തന്നെയായിരുന്നു ഷുഷു സ്നാനമേറ്റത്.